വെൽക്കം എവരി വൺ. നമുക്ക് മനസ്സിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മളതെല്ലാം അറിഞ്ഞോണമെന്നില്ല. നമുക്ക് നമ്മളുടെ തന്നെ ഐഡൻറ്റിറ്റി നമുക്ക് ചിലപ്പോൾ റീറൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് നമ്മളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത്, ഇത് വെച്ചിട്ടാണ് നമ്മൾ കോൺഫിഡൻ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ തന്നെ കോൺഫിഡൻ്റ് ആക്കിയെടുക്കുന്നത്? അപ്പോൾ ഇവിടെ നമ്മുടെ കോൺഫിഡൻസ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള എവിഡൻസസ് വരണം. അപ്പോൾ നമുക്കതിന് ഒരുപാട് വിജയങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. ചാലഞ്ചസ് വന്ന് നമ്മൾ സർവൈവ് ചെയ്തിട്ടുണ്ട്, പല സ്കില്ലുകളും നമ്മൾ മാസ്റ്റർ ചെയ്തിട്ടുണ്ട്, സെൽഫ് ഡൗട്ട് വന്നിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളത് കൊളാസ്പ് ചെയ്ത് പോകുന്നു. പക്ഷെ അതിൽ നിന്ന് തിരിച്ച് കയറുന്ന ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയും. അപ്പം ചില ആൾക്കാർ എന്നെക്കൊണ്ട് നടക്കത്തില്ല ആ സാധനം ചിലർ എടുക്കത്തില്ല. അവരത് എടുക്കുന്നതിന് പകരം ഞാനത് പഠിച്ചിട്ട് ചെയ്യും. ഇപ്പോൾ നമ്മളൊരാളോട് ചോദിക്കുകയാണ്, നിനക്ക് പ്ലെയിൻ പറപ്പിക്കാൻ പറ്റുമോ? എനിക്ക് അറിയത്തൊന്നുമില്ല, പക്ഷേ ഞാനത് പഠിച്ചിട്ട് ചെയ്യും, അവരൊന്ന് കാണിച്ചത് ഞാൻ ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറയുന്ന ലാംഗ്വേജ് പ്രിസിഷനോടാണ് ബ്രെയിൻ ഇത് ചെയ്യുന്നത്. എന്നെക്കൊണ്ട് പറ്റും എന്ന് പറയുമ്പോഴത്തേക്കും ബ്രെയിൻ പറ്റുന്ന രീതിയിൽ അത് പ്രോഗ്രാം ഉണ്ടാകും. നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ കൂടെ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ അവിടെ കോൺഫിഡൻസ് പോയി. അപ്പോൾ പലപ്പോഴും നമുക്ക് ഫിയർ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സ്കെയർ ചെയ്യാൻ തുടങ്ങും. നമ്മൾ അവിടെ നിന്ന് അത് വിട്ടിട്ട് പോകും. അപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് അങ്ങനെയല്ല. ചില ആൾക്കാർക്ക് ഈ ഫിയർ ഉള്ള സ്ഥലത്താണെങ്കിലും അത് എക്സ്പോഷർ വന്നു കഴിയുമ്പോൾ അവർ അവോയ്ഡ് ചെയ്യത്തില്ല, അവർ നേരിടും. അപ്പം ഇതിന് നമുക്ക് ഒരു പേഴ്സണൽ സ്ട്രാറ്റജി എന്നുള്ളൊരു ഇതിനൊക്കെ നമുക്ക് ചെയ്യാവുന്നത് മൈക്രോ വിൻസ്. അപ്പം ചെറിയ സ്മോൾ ആയിട്ടുള്ള മൈക്രോ, ഇപ്പം ഞാൻ 2 പേജ് എഴുതി തീർക്കും, 5 പേജ് എഴുതി തീർക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെറിയ ഇതെടുക്കുക. 15 മിനിറ്റ് കൊണ്ട് ഞാനിത് ചെയ്യും, 15 മിനിറ്റ് കൊണ്ട് അടുത്ത ചെയ്യും, 15 മിനിറ്റ് കൊണ്ട്. ആക്ച്വലി ലോകം മുഴുവനും ടൈം മാനേജ്മെൻറ്റ് കമ്പനികളെല്ലാം ഉപയോഗിക്കുന്ന ഈ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അവരൊരു കംപ്ലീഷൻ ബിൽഡപ്പ് ചെയ്യും, ഒരു ന്യൂറോളജിക്കൽ റിവാർഡ് സിസ്റ്റം. നമുക്ക് അതുകൂടെ ഒന്ന് തീർത്തിട്ട് നമുക്ക് കോഫി കഴിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് അങ്ങ് തീർക്കാനായിട്ട് തോന്നും. അപ്പം അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചർ സെൽഫ് വിഷ്വലൈസേഷൻ നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മൾ മേ ബി 5 വർഷം കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ ആകാൻ പോകുന്നത്, ഇത് നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാമാകാൻ തുടങ്ങും. അതേപോലെ തന്നെ ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇതിങ്ങനെ ഇരിക്കും, ഓക്കെ അത് നല്ലതാണല്ലോ, നമുക്കങ്ങനെ തോന്നും. അപ്പോൾ ഈ പ്രധാനമായിട്ട് നമുക്ക് ഈ മാസ്റ്ററിക്ക് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ചെയ്യുമ്പോൾ ഒരുപാട് സെൽഫ് ഡൗട്ടിങ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് സ്കിൽ ഗ്യാപ്പ് കാണും. അപ്പോൾ എന്നെക്കൊണ്ട് അതിന് കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, അത് അപ്ഗ്രേഡ് ചെയ്യത്തില്ല, സിസ്റ്റമാറ്റിക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്യത്തില്ല. അപ്പോൾ തന്നെ ഇവർ ബോഡി പോസ്ചർ പലപ്പോഴും റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ മൂവ്മെൻ്റാണ്. അപ്പോൾ ട്രെയിനിങ്ങിനകത്തൊക്കെ ഒരുപാട് പേര് ഇടയ്ക്ക് ചെറിയ ഡാൻസ് ചെയ്യിക്കുന്നതും ആക്ഷൻസ് ചെയ്യിക്കുന്നതും, നമ്മൾ പോസ്ചർ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ മൂഡ് ഷിഫ്റ്റ് ചെയ്യും. എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാം ബോഡി പോസ്ചർ. അപ്പോൾ നമ്മൾ കിടന്നുകൊണ്ട് പറയുന്ന ആളാണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇതുണ്ടാവും. അപ്പം അതുപോലെ തന്നെ ബ്രീതിങ് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഇച്ചിരി കാലുകൾ അകത്തി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ, പിന്നെ ഫിസിയോളജി എപ്പോഴും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫിസിയോളജി സൈക്കോളജിനെ കയറി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ നെഗറ്റീവ് ബിലീഫ്സ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഓഡിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ട് എന്ന് തോന്നുന്ന കാര്യം അത് ഞാൻ ചെയ്തിട്ടേ അടങ്ങുള്ളൂ, അത് ചെയ്യണം എനിക്ക്. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അത് അവർ കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ആരായി ബിലീഫ്, ആ ബിലീഫിനെ ക്വസ്റ്റ്യൻ ചെയ്യുക, നടക്കത്തില്ല എന്നുള്ളത് ഞാനത് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഒബ്ജക്റ്റീവ്, അപ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ പോകും. അപ്പോൾ ചില ആൾക്കാർ അയ്യോ ഞാനിത് ഇൻഹെറിറ്റ് ചെയ്തതാണ്, എൻ്റെ ഫാമിലിപരമായിട്ട് ഇത് പറ്റത്തില്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരങ്ങനെയല്ല, അവർ കൺട്രോൾ ദെയർ ഫെയിലിയർ. അപ്പോൾ ഇൻറ്റൻഷനലി ദേ അറ്റംപ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് വീണ്ടും.
അപ്പം അവരുടെ ഈ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അതിനെ നോർമലൈസ് ചെയ്യുക. ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അതിന് ടോളറൻസ്. അപ്പോൾ അവരതിനെ ടോളറേറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ സെൽഫ് ടോക്ക് ഡിസിപ്ലിൻ, മേ ബി ഐ ക്യാൻ ഓർ മേ ബി ഐ കാൺഡ്. അപ്പം അതിന് പകരം യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ, ആൻഡ് ഐ വിൽ ലേൺ, ഐ വിൽ ഇംപ്രൂവ് ത്രൂ മൈ ആക്ഷൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കോമ്പീറ്റൻസി ജേണലൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം അല്പം ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 1500 മീറ്റർ ഓടാൻ പറ്റുന്നില്ല, അപ്പം 1300 നിൽക്കേണ്ടതായിട്ട് വന്നു. അതിങ്ങനെ കൂട്ടി ഓരോ ദിവസം 10-20 കിലോമീറ്റർ കൂട്ടി 10-20 കിലോമീറ്റർ ഓടുന്ന ആൾക്കാരുണ്ട്. അവൻ ഏരിയാസ് ടു ഇംപ്രൂവ്. അപ്പോൾ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതലും പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിസിഷൻ ഒരു സ്പീഡ് ട്രെയിനിങ് ആയിട്ട് സ്മോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്വിക്കായിട്ട് എടുക്കുക. സെൽഫ് ഡൗട്ട്, ഹെസിറ്റേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ തൂത്തെറിഞ്ഞിട്ട് ചെയ്യുന്നൊരു സ്വഭാവം. പിന്നെ നമ്മുടെ നിൽക്കുന്നത് നമ്മുടെ ചുറ്റുപാട് എൻവയറമെൻറ്റ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ ഈ നെഗറ്റീവ് ക്രിറ്റിക്സുമായിട്ടോ അല്ലെങ്കിൽ ക്രോണിക് കംപ്ലൈനേഴ്സുമായിട്ടോ അതിലൊരു ഫിയർ ഡ്രിവൺ മീഡിയയിലൊക്കെ അതുമായിട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് ബിലീഫ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ വിജയിച്ചിട്ടുള്ള ആൾക്കാരെ എപ്പോഴും മോഡൽ ചെയ്യാം. ഫ്രം സീറോയിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്ത് അതോറിറ്റിയിൽ ആൻഡ് ബോറോ ബിലീഫ്. അവരുടെ വിശ്വാസം നമ്മൾ നേടിയെടുക്കുന്നവരത്തേക്കും അവരുടെ വിശ്വാസം നമ്മൾ സ്റ്റീലിംഗ് ദി ബിലീഫ്, സ്റ്റീലിംഗ് ദ ആങ്കറിങ് എന്നൊക്കെ പറഞ്ഞൊരു ടോപ്പിക്ക് തന്നെ NLPക്കകത്തുണ്ട്. പിന്നെ ഒരു ഫിസിക്കൽ ഡിസിപ്ലിൻ റൊട്ടീൻ, എക്സസൈസ് ഡെയിലി, ഫിസിക്കൽ സ്ട്രെങ്ത് വന്നു കഴിഞ്ഞാൽ, സൈക്കോളജിക്കൽ സ്ട്രെങ്ത് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വേസ്റ്റ് കേസ് സിനാരിയോ വന്നാൽ എങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്, അതിൽ കിടന്നുകൊണ്ടും ഇമ്പ്രൂവ് ചെയ്യാം. ഇനി ഏത് വന്നാലും നമ്മൾ സർവൈവ് ചെയ്യുക. അപ്പം ഫിയർ നമ്മൾ ക്ലാരിറ്റിയിൽ ഷ്രിങ്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ പർപ്പസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പർപ്പസിൽ നമ്മൾ ആങ്കർ ചെയ്യാം. ഇനി നമുക്ക് ആ പർപ്പസിന് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ വീക്കെൻഡ് ചെയ്യാം, അത് ഉറപ്പായിട്ട് ചെയ്യും. ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഓവറൈഡ് ഇൻസെക്യൂരിറ്റി ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. റെപ്പറ്റീഷൻ ഓഫ് ആക്ഷനാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് വിജയിക്കാൻ പറ്റും. പിന്നെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആക്ട് ആദ്യം ചെയ്തു, രണ്ടാമത് വീണ്ടും അടുത്ത കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് ചെയ്തു. അങ്ങനെ ചെയ്ത് വരുമ്പോൾ 2-3 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ ഏതും ചെയ്യാമെന്നുള്ളൊരു തോന്നൽ വന്നു പോകും. അപ്പോൾ ഇമോഷൻസ് ഫോളോസ് ദി ബിഹേവിയർ എന്നാണ് പറയുക. അപ്പം ലോങ് ടേം ഒരു സെൽഫ് ട്രസ്റ്റ് നമ്മൾ എന്നെക്കൊണ്ടത് പറ്റും, എന്നെക്കൊണ്ടത് കമ്മിറ്റ് ചെയ്യുക, ഞാനത് ചെയ്യും. ആക്ട് ഡെസ്പൈറ്റ് ഓൾ ഫിയേഴ്സ്. ഞാൻ അടുത്തൊരു 1 വീക്കിലേക്ക് ഭയക്കുന്ന കാര്യങ്ങളെല്ലാം. ചില ആൾക്കാർക്ക് ഇരുട്ടത്ത് നടക്കാൻ പേടിയാണ്. കൂരിരുട്ടാണെങ്കിൽ അത്രയും പേടിയാണ്. ഇല്ല, ഞാനിന്ന് ഇരുട്ടത്ത് നടക്കും. അതിനിങ്ങനെ നമ്മുടെ ഓരോ ഫിയറിനെയും നമ്മൾ കോൺകർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സെൽഫ് ഡൗട്ട് പോയിട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്ത് തടസ്സം വന്നാലും ഞാൻ കോൺകർ ചെയ്യും. അപ്പോൾ ഒരു കണ്ടീഷൻഡ് മെൻ്റൽ ഹാബിറ്റാവും. മെൻ്റൽ ഹാബിറ്റായി കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷൻ ഞാൻ കോൺകർ ചെയ്യും എന്നുള്ള ഒരു ചിന്ത നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഏത് തടസ്സത്തെ നമുക്ക് നേരിടാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ കോൺഫിഡൻസ് ഇല്ല, എന്നെക്കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും നമ്മൾ മാറിയിരിക്കരുത്. ഈ 5-6 എണ്ണമൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ബാക്കി പുറകെ വരുന്നതെല്ലാം നമ്മളെക്കൊണ്ട് കഴിയുന്ന സ്റ്റേജിലേക്ക് ഇങ്ങനെ ഒരുപാട് പേരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കും അത് ചെയ്യാനായിട്ട് കഴിയും. ഓൾ ദി ബെസ്റ്റ്.